ഹായ് മക്കളെ, വെൽക്കം ടു ആശാസ് ലേണിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചത്? ഗുൽമോഹർ കാ ജന്മദിനാണ് പഠിച്ചത്. അപ്പോൾ കുട്ടികളെല്ലാവരും കഥ മനസ്സിലാക്കി പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്ക് അതിൻ്റെ ബാക്കിയായിട്ട് നമ്മൾ പറഞ്ഞല്ലോ, ലെറ്ററിൻ്റെ ഫോം എങ്ങനെയാണെന്നുള്ളത് എഴുതി പഠിക്കണം. അതേപോലെ തന്നെ പോസ്റ്റർ തയ്യാറാക്കാൻ പഠിക്കണം. പിന്നെ നമുക്ക് ബാക്കി ആക്ടിവിറ്റീസ് എല്ലാമാണ് ഇന്നത്തെ ക്ലാസ്സിൽ വരുന്നത്. നമുക്ക് ഇന്ന് ആദ്യം തന്നെ ഒരു പത്രം എങ്ങനെ എഴുതാമെന്നുള്ളത് നോക്കാം. പത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ലെറ്റർ, കത്ത്. നമ്മൾ കഥ പഠിച്ചപ്പോൾ പറഞ്ഞല്ലോ, അതായത് ഗുൽമോഹർ കാ ജന്മദിൻ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്കൊരു കത്തിൻ്റെ രൂപം പഠിക്കാനുണ്ട്. അതായത് മീന തൻ്റെ കൂട്ടുകാരി നിർമ്മലിനെ പിറന്നാൾ ആഘോഷം വിളിച്ചുകൊണ്ടുള്ള ഒരു കത്തിലൂടെയാണ് നമ്മൾ കഥ തുടങ്ങിയത്. അപ്പോൾ ആ കത്തിൻ്റെ ഫോം എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. കത്തിന് എങ്ങനെയാണ് ഒരു കത്ത് എഴുതുന്നത്? ഒരു കത്തിന് നമുക്ക് ഒരു ഫോർമാറ്റ് ഉണ്ടായിരിക്കും. അതായത് ഫോർമാറ്റ് എന്ന് പറയുന്നത് കത്തിൽ അഡ്രസ്സ് വേണം, ദിവസം അതായത് ഡേറ്റ് വേണം, പിന്നെ അഭിസംബോധന വേണം, പിന്നെ അതിനകത്ത് എന്താണ് ഉൾക്കൊള്ളുന്നത്, എന്താണ് അതിൻ്റെ കണ്ടൻറ്റ്, അതുപോലെ തന്നെ ഉപസംഹാർ. ഇത്രയുമാണ് ഒരു പത്രം തയ്യാറാക്കാൻ നമുക്ക് വേണ്ടത്. നമുക്ക് തന്നിരിക്കുന്ന ഈ കത്ത് തന്നെ നമുക്കൊന്ന് നോക്കാം. ഉദാഹരണമായിട്ട് നോക്കിക്കോ. ഏറ്റവും മുകളിൽ തന്നെ അഡ്രസ്സ് എഴുതിയിരിക്കുന്നതുണ്ടോ? എന്താണ് എഴുതിയിരിക്കുന്നത്? കശ്യപ് നിവാസ്, ജുഹു, മുംബൈ, 4 മെയ് 2014. അതായത് കശ്യപ് നിവാസ് വീട്ടുപേര്, ജുഹു മുംബൈ, മുംബൈയിൽ നിന്നാണ് എഴുതിയിരിക്കുന്നത്. ഡേറ്റ് എന്നാണ്, അതായത് ദിവസം 2014 മെയ് 4. ഇനി പ്രിയ നിർമ്മൽ, അല്ലയോ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി. നിർമ്മൽ കൂട്ടുകാരിയാണ്, പെൺകുട്ടിയാണ്. അല്ലയോ പ്രിയപ്പെട്ട കൂട്ടുകാരി, പ്രിയ നിർമ്മൽ, നമസ്തേ, നിനക്ക് നമസ്തേ. പർസോം മേരെ പ്യാരെ ഗുൽമോഹർ കെ പേട് കാ 5വാം ജന്മദിൻ ഹേ. നാളെ കഴിഞ്ഞ്, അതായത് മറ്റന്നാൾ എൻ്റെ പ്രിയപ്പെട്ട ഗുൽമോഹർ മരത്തിൻ്റെ 5ാമത് ജന്മദിനമാണ്. मैं उसकी വർഷഗാണ്ട് മനാ രഹി ഹൂം. ഞാൻ അവളുടെ പിറന്നാൾ ആഘോഷിക്കാൻ പോകുന്നു. തും ജരൂർ ആന, നീ തീർച്ചയായിട്ടും വരണം. പർസോം ശാം കോ 4:30 ബജെ, മറ്റന്നാൾ വൈകിട്ട് 4:30 മണിക്കാണ് ഫങ്ഷൻ, പരിപാടി. തുമാരി മീന, നിൻ്റെ സ്വന്തം മീന. കണ്ടോ? അപ്പോൾ നമ്മളൊരു കത്തിൻ്റെ ഫോമോ, അതായത് എന്തൊക്കെ അതിൽ ഉൾപ്പെടുത്തണം? നമുക്ക് അഡ്രസ്സ് കൊടുക്കണം, അതേപോലെ തന്നെ ഡേറ്റ് കൊടുക്കണം, പിന്നെ അഭിസംബോധന ചെയ്യണം, അതിൻ്റെ കണ്ടൻറ്റ് എന്താണെന്നുള്ളത്. അതായത് നമ്മൾ ഹിന്ദിയിലാണെങ്കിൽ പത്രസാമഗ്രി എന്ന് പറയും, അതിനകത്ത് എന്താണ് ഉൾപ്പെടുന്നത്. അതുപോലെ തുമാരി മീന, നിൻ്റെ സ്വന്തം മീന. ഇത്രയും എഴുതി കഴിഞ്ഞാൽ നമുക്കൊരു ലെറ്ററായി. ഈ കത്തിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? നിമന്ത്രൺ പത്ര എന്നാണ് പറയുന്നത്. അതായത് ഇൻവിറ്റേഷൻ ലെറ്റർ, നമ്മൾ ക്ഷണിച്ചു കൊണ്ടുള്ളൊരു കത്താണ്. ഇതിന് നമ്മൾ പറയുന്നതാണ് നിമന്ത്രൺ പത്ര. ഇനി നമുക്ക് പഠിക്കാനുള്ളത് പോസ്റ്ററാണ്. എങ്ങനെ ഒരു പോസ്റ്റർ തയ്യാറാക്കാം? നമ്മൾ 12ാമത്തെ പേജിലൊന്ന് നോക്കിക്കേ. മീന കി സഹേലിയാം ഉസ്കി ഘർ പഹുഞ്ചേ. बगीचे के सामने एक पोस्टर लगाया था. यह पोस्टर कैसा होगा? കൂട്ടുകാരികൾ, അതായത് മീനയുടെ കൂട്ടുകാരികൾ മീനയുടെ വീട്ടിലെത്തി. അപ്പോൾ പൂന്തോട്ടത്തിൻ്റെ മുൻപിലായിട്ട് ഒരു പോസ്റ്റർ വെച്ചിട്ടുണ്ട്. ഈ പോസ്റ്റർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. പോസ്റ്റർ എന്തിനെ സംബന്ധിച്ചിട്ടുള്ളതാണ്? മേരാ പോസ്റ്റർ, എൻ്റെ പോസ്റ്റർ. നോക്കിക്കോ. ഗുൽമോഹർ കി വർഷഗാണ്ട് സെ സംബന്ധിത് ഹേ. പോസ്റ്റർ എന്തിനെ കുറിച്ചുള്ളതാണ്? ഗുൽമോഹറിൻ്റെ പിറന്നാളിനെ സംബന്ധിച്ചുള്ളതാണ്. പിന്നെയോ അതിലെന്തെല്ലാം നമ്മൾ ഉൾപ്പെടുത്തണം? സ്ഥാൻ, താരീഖ്, സമയ് ആദി കാ ഉല്ലേഖ് ഹേ. അതിനകത്ത് സ്ഥലം, എവിടെയാണ് പരിപാടി അല്ലെങ്കിൽ പിറന്നാൾ നടത്തുന്നത്, താരീഖ് ദിവസം, സമയം എപ്പോഴാണ് നടത്തുന്നത്. അതുപോലെ തന്നെ അവസാനം ആകർഷക്, അത് നമ്മുടെ യുക്തം പോലെ അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന പോലെ നമുക്കത് ആകർഷകമാക്കുകയും ചെയ്യാം. ചിത്രങ്ങളൊക്കെ വരച്ചു കൊടുക്കുകയോ എന്ത് വേണമെങ്കിലും ആകാം നമുക്ക്. വർഷഗാണ്ട് നോക്കാം. നമുക്ക് പോസ്റ്റർ ആകുമ്പോൾ 2 തരത്തിൽ പോസ്റ്റർ വരുന്നുണ്ട്. ഒന്ന് നമുക്ക് സന്ദേശങ്ങൾ അയച്ചുകൊണ്ടൊരു പോസ്റ്റർ അയക്കാം,
ഇനി അതല്ല എന്തെങ്കിലും ഒരു പരിപാടിയാണെങ്കിൽ അതിൻ്റെ കാര്യക്രമങ്ങൾ എന്തെല്ലാമാണ് എന്ന് ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പോസ്റ്റർ തയ്യാറാക്കാം. ഇവിടെ നമുക്ക് നോക്കിക്കോ, വർഷകാണ്ടിനെ സംബന്ധിച്ച് എങ്ങനെയാണ് ഒരു പോസ്റ്റർ നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ഏറ്റവും മുകളിലായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എന്തിനു വേണ്ടിയാണ് നമ്മളിത് ഈ പോസ്റ്റർ വെച്ചിരിക്കുന്നത്? വർഷകാണ്ട് ഉത്സവ് എന്തിനു വേണ്ടിയാണ്? പിറന്നാൾ ആഘോഷം. പിന്നെയോ അതിൻ്റെ താഴെയായിട്ട് ഹമാരെ പ്യാരെ ഗുൽമോഹർ കാ 5വാം വർഷാഗാണ്ട്. ആരുടെ പിറന്നാളാണ്? ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗുൽമോഹറിൻ്റെ 5ാമത്തെ പിറന്നാൾ. അതിനും താഴെ പിന്നെ നമ്മൾ എന്ത് കൊടുക്കണം? സ്ഥാൻ. ഇതെവിടെ വെച്ചാണ് നമ്മൾ പരിപാടി നടത്തുന്നത്? ഗുൽമോഹർ കി ഛായാമേം. എവിടെ വെച്ചാണ് പിറന്നാൾ ആഘോഷം? ഈ ഗുൽമോഹർ മരത്തിൻ്റെ തണലിൽ തന്നെ വെച്ചിട്ടാണ് പിറന്നാൾ ആഘോഷം നടത്തുന്നത്. താരീഖ് എന്നാണ്? തീയതി 6 മെയ് 2014. അതായത് 2014 മെയ് 6-ാം തീയതിയാണ് പിറന്നാൾ ആഘോഷം നടത്തുന്നത്. ഇനി സമയം എപ്പോഴാണ്? ശാം കോ 4:30 ബജെ. വൈകിട്ട് 4:30 മണിക്കാണ് പ്രോഗ്രാം നടക്കുന്നത്. സബ്കോ ഹാർദിക് സ്വാഗത്. എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഇതാണ് നമ്മുടെ ഒരു പോസ്റ്ററിൻ്റെ രൂപം. നിങ്ങളെല്ലാവരും ഒന്ന് പോസ്റ്റർ ഉണ്ടാക്കി നോക്കണം. ഇനി നമുക്ക് പേജ് 13 ഒന്ന് നോക്കിക്കേ. അതായത് ജൂൺ 5 വിശ്വ പര്യാവരൺ ദിവസ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നതുണ്ടോ? അപ്പം നമുക്ക് ജൂൺ 5-നെ കുറിച്ച് ഒരു പോസ്റ്റർ തയ്യാറാക്കണമെന്ന് വിചാരിക്കുക. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതായത് ജൂൺ 5 അത് നമ്മൾ ആദ്യം നോട്ട് ചെയ്യുക. അതെന്തിനു വേണ്ടിയാണുള്ളത്? വിശ്വ പര്യാവരൺ ദിവസമാണ് അന്നത്തെ ദിവസം. അതും കൂടി നമ്മൾ എഴുതുക. അതിൻ്റെ കൂടെ നമുക്ക് എന്താണ് ഈ പര്യാവരൺ ദിവസം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വേണമെങ്കിൽ, അതായത് മരത്തെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ നമുക്ക് വേണമെങ്കിൽ എഴുതി ചേർക്കാം. അതായത് പേട് ഏക്ക് ഉപഹാർ ഹേ. മരം ഒരു വരമാണ്. അതുപോലെ പിന്നെ വേണമെങ്കിലോ പേടോം കാ സംരക്ഷൺ ഹമാര ഭവിഷ്യ കാ സംരക്ഷൺ. പ്രകൃതിയെ സംരക്ഷിക്കൂ, നമ്മുടെ ഭാവിയെ സംരക്ഷിക്കൂ. അപ്പോൾ ഇങ്ങനെ 2 തരത്തിലും നമുക്ക് പോസ്റ്റർ തയ്യാറാക്കാം. ഒന്നുകിൽ എന്തിനെങ്കിലും കുറിച്ച് എഴുതാം, അതല്ല എങ്കിൽ ഇതുപോലെ പിറന്നാളാഘോഷം, അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെല്ലാം വിവാഹം, അതേപോലെ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതുപോലെ പോസ്റ്റർ തയ്യാറാക്കാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ കത്തിൻ്റെ ഫോം, അതേപോലെ പോസ്റ്റർ എഴുതുന്ന രീതി എല്ലാം നല്ലതുപോലെ പഠിക്കുക. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ തുടർന്നുള്ള വീഡിയോകൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ഓക്കെ, ബൈ.